നമസ്കാരം. രാജ്യത്തിനെതിരെ വീണ്ടും ഉപരോധം ഏർപ്പെടുത്താനുള്ള സുരക്ഷാ കൗൺസിലിന്റെ തീരുമാനത്തിൽ പ്രതിഷേധിച്ച്, അതായത് പടിഞ്ഞാറൻ യൂറോപ്യൻ രാജ്യങ്ങളുടെ ഇരട്ടത്താപ്പ് നയങ്ങൾക്കെതിരെ ശക്തമായ നിലപാടുമായി ഇറാൻ രംഗത്തെത്തിയിരിക്കുകയാണ്. ഇറാൻ താൽക്കാലികമായി അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുമായുള്ള ആണവ സഹകരണം നിർത്തിവെച്ചതായി പ്രഖ്യാപിച്ചു. അന്താരാഷ്ട്ര ഉടമ്പടികളെ അട്ടിമറിച്ചും ഇസ്രയേലിന്റെ താൽപര്യങ്ങൾക്ക് വഴങ്ങിയും പടിഞ്ഞാറൻ രാജ്യങ്ങൾ സമാധാന ശ്രമങ്ങളെ തുരങ്കം വെക്കുന്നുവെന്നും ഇറാൻ ആരോപിക്കുന്നുണ്ട്. റഷ്യയും ഈ നീക്കത്തെ ശക്തമായി വിമർശിക്കുകയാണ്. 2015 ആണവ കരാറായ ജോയിന്റ് കോംപ്രിഹെൻസീവ് പ്ലാൻ ഓഫ് ആക്ഷൻ പ്രകാരം ഇറാൻ തങ്ങളുടെ ആണവ പദ്ധതികൾക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. ഇതിനു പകരമായി ഇറാനെതിരായ ഉപരോധങ്ങൾ താൽക്കാലികമായി നിർത്തിവെച്ചിരുന്നു. എന്നാൽ ഓഗസ്റ്റിൽ ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി എന്നീ രാജ്യങ്ങൾ ചേർന്ന് ഈ കരാർ ഉൾപ്പെടുത്തിയിരുന്ന സ്നാപ്പ് ബാക്ക് സംവിധാനം വീണ്ടും സജീവമാക്കി. ഇത് ഈ കരാർ പ്രകാരം മരവിപ്പിച്ച ഉപരോധങ്ങൾ പുനഃസ്ഥാപിക്കാൻ ലക്ഷ്യമിട്ടുള്ള നീക്കമാണ്. സെപ്റ്റംബർ 19 സുരക്ഷാ കൗൺസിൽ ഇറാനെതിരെ വീണ്ടും ഉപരോധം ഏർപ്പെടുത്താൻ വോട്ട് ചെയ്തതോടെ നടപടികൾ സെപ്റ്റംബർ 28 മുതൽ പ്രാബല്യത്തിൽ വരുമെന്നും ഉറപ്പായി. ഈ നീക്കത്തിൽ പ്രതിഷേധിച്ചാണ് ഇറാൻ അവരുടെ ആണവ സഹകരണം താൽക്കാലികമായി നിർത്തിവെക്കുകയാണെന്നും സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ വ്യക്തമാക്കിയത്. ഇറാൻ ആണവ വിഷയത്തിൽ 3 യൂറോപ്യൻ രാജ്യങ്ങളുടെ തെറ്റായ നടപടികൾ ഏജൻസിയുമായുള്ള സഹകരണത്തിന്റെ പാതയെ ഫലപ്രദമായി തടസ്സപ്പെടുത്തിയിരിക്കുന്നുണ്ട്. ഇറാൻ വിദേശകാര്യ മന്ത്രാലയം പ്രശ്നം പരിഹരിക്കാനുള്ള പദ്ധതികൾ അവതരിപ്പിച്ചിട്ടും യൂറോപ്യൻ രാജ്യങ്ങൾ ഈ നയതന്ത്ര ശ്രമങ്ങളെ അവഗണിച്ചുവെന്നാണ് പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നത്. ഈ വിഷയത്തിൽ റഷ്യയുടെ നിലപാട് വളരെ വ്യക്തമായിരുന്നു. സുരക്ഷാ കൗൺസിൽ സെഷനിൽ റഷ്യൻ പ്രതിനിധി വാസിലി നെർബിൻസിൻ റഷ്യ ഈ തീരുമാനത്തെ അംഗീകരിക്കുന്നില്ല എന്ന് വ്യക്തമാക്കുകയായിരുന്നു. ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി രാജ്യങ്ങൾ JCPOA അവരുടെ ബാധ്യതകൾ കാലാകാലമായി ലംഘിച്ചിരുന്നുവെന്നും തർക്കപരിഹാര സംവിധാനം പാലിക്കുന്നതിൽ പരാജയപ്പെട്ടു എന്നും കുറ്റപ്പെടുത്തുന്നുണ്ട്. തങ്ങളുടെ കാഴ്ചപ്പാടിൽ ഒരു സ്നാപ്പ് ബാക്ക് നടപടിക്രമം നിലവിൽ നടക്കുന്നില്ല. റഷ്യൻ ഫെഡറേഷൻ ഈ സാഹചര്യത്തിൽ സ്വീകരിച്ചതായി ആരോപിക്കപ്പെടുന്ന നടപടികളെയോ തുടർ നടപടികളെയോ അംഗീകരിക്കുന്നില്ല. ഇസ്രായേൽ ആണവ ബോംബ് വികസിപ്പിക്കുന്നു എന്ന് ആരോപിച്ച് അമേരിക്കൻ സഹായത്തോടെ ഇറാനിയൻ ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചിരുന്നു. ഇറാൻ ഈ ആരോപണങ്ങൾ നിരന്തരം നിഷേധിച്ചിട്ടും ഈ ആക്രമണങ്ങൾ തുടരുകയായിരുന്നു. ഇതിനെല്ലാം മറുപടിയായി കനത്ത ആക്രമണമാണ് ഇറാൻ തിരിച്ചു നടത്തിയിരുന്നത്. ആക്രമണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇറാൻ ആണവ കേന്ദ്രങ്ങളിലേക്ക് പരിശോധനകൾ താൽക്കാലികമായി നിർത്തിവെച്ചിരുന്നു. എന്നാൽ ഈ മാസം ആദ്യം ഇറാനും IAEAയും തമ്മിൽ ഒരു ധാരണയിലെത്തുകയും, അതായത് പരിശോധനകൾ പുനരാരംഭിക്കുക എന്ന ധാരണയിലായിരുന്നു എത്തിയത്. ഈ പുതിയ ധാരണയിൽ നിലവിൽ വരുമെന്ന് പ്രതീക്ഷിക്കുന്നതിനിടെയാണ് യൂറോപ്യൻ രാജ്യങ്ങളുടെ നീക്കം ഉണ്ടായത്. യഥാർത്ഥത്തിൽ 2018 ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റായിരിക്കെ അമേരിക്കയിൽ JCPOAയിൽ നിന്നും ഏകപക്ഷീയമായി പിന്മാറിയതോടെയാണ് ഈ കരാർ പ്രതിസന്ധിയിലായത്. ഇപ്പോൾ പടിഞ്ഞാറൻ യൂറോപ്യൻ രാജ്യങ്ങൾ സമാനമായ പാത പിന്തുടരുന്നതായി വ്യക്തമാകുന്നുണ്ട്. ഈ നടപടികൾ ഇറാനെ പ്രകോപിപ്പിക്കുന്നതിനും സമാധാനപരമായ ആണവ പരിപാടികൾക്കുള്ള അവരുടെ ശ്രമങ്ങളെ ദുർബലപ്പെടുത്തുന്നതിനും മാത്രമേ സഹായിക്കൂ. ഇസ്രയേലിന്റെ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി മാത്രം യൂറോപ്യൻ രാജ്യങ്ങൾ അന്താരാഷ്ട്ര നിയമങ്ങളും നയതന്ത്ര ശ്രമങ്ങളെയും അവഗണിക്കുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനയാണിത്. ഈ നടപടികൾ മേഖലയിലെ സമാധാന ശ്രമങ്ങൾക്ക് കനത്ത തിരിച്ചടിയാകുമെന്നാണ് വിലയിരുത്തൽ.